എന്റെ പൊന്നു ദൈവമേ, ഇന്നെങ്കിലും ഒരു കച്ചവടം കിട്ടണേ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. ഇനി എനിക്ക് ഏക ആശ്രയം നീ മാത്രമാ. എല്ലാം നിനക്കറിയാമല്ലോ. ഈ ബാഗിൽ ഒന്നുമില്ല തമ്പുരാനെ. ഇതെല്ലാം വെറും ജാടയാ. കൊടുക്കാനുള്ളവര് പിടിച്ചു വെക്കരുതല്ലോ. 10-40 കൊല്ലായി കാരണവന്മാർ മുതൽ കൊണ്ടു നടക്കുന്ന കടയാ. ഇതില്ലേ പിന്നെ ഞാനില്ലാന്ന് നിനക്കറിയാലോ. ആ വാസുവേ, ഇന്ന് ഇത്തിരി നേരത്തെ തുറന്നു. ഇതാരോടാ ചാണ്ടിച്ചേട്ടാ ഈ രാവിലെ തന്നെ കൊച്ചു വർത്തമാനം പറയുന്നേ? ഞാൻ നോക്കിയിട്ട് ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ ഈ മൂപ്പരോട് ഇച്ചിരി കുശലം പറഞ്ഞതാടാ. ആട്ടെ, നീ എങ്ങോട്ടാടാ ഉവേ ഇത്ര രാവിലെ? ആ, ഞാൻ ഈ പാമ്പിഴിഞ്ഞമ്പാറ വരെ ഒന്ന് പോകുക. ആ തടത്തിലെ മത്തച്ചൻ ചേട്ടൻ ഇല്ലയോ, പുള്ളിയുടെ ഒരു തെങ്ങ് വലിച്ചു കെട്ടാനുണ്ടെന്ന് പറഞ്ഞു. ആ, തിരിച്ചു വരുമ്പോ കേറാം. ഇതെന്തുവാടാ ഉവ്വേ? കാര്യമൊക്കെ ശരിയാ. ഇപ്പൊ എത്ര മാസമായി നീ തരാനുള്ള വാടകയുടെ കാര്യമാ ചോദിച്ചത്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇതും കൂടി 4 മാസം നടക്കൂല ചാണ്ടിയെ. ചാക്കോ മാപ്പിളെ, ഇത്രയും ക്ഷമിച്ച സ്ഥിതിക്ക് ഒരു 20 ദിവസം കൂടി ഒന്ന് ക്ഷമിക്ക്. എല്ലാം ഞാൻ തീർത്തു തരാം. നോക്കിക്കേ, 3 മാസം വാടക കുടിശ്ശിക വരുത്തിയാൽ ഈ എഗ്രിമെന്റ് ഏകപക്ഷീയമായി റദ്ദ് ചെയ്യാൻ പാർട്ടിക്ക്, അതായത് എനിക്ക് അധികാരമുണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഇറങ്ങുന്നു. ഇനി എന്നെ വരുത്താതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഹലോ ഹലോ, ചാണ്ടിയല്ലേ? ഇത് കോഴിക്കോട്ട് വലിയങ്ങാടിന്നാ. ട്രീ ട്രേഡേഴ്സിന്റെ പളനിച്ചാമിയാ. ആ, സാധനങ്ങൾക്ക് അയച്ചു വിട്ടിട്ട് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ലല്ലോ ചാണ്ടിയെ. നമുക്ക് പണം പെട്ടെന്ന് തന്നെ കിട്ടണം. റെഡി കാശ് തരുന്നവർക്ക് പോലും കൊടുക്കാൻ സാധനമില്ലെന്നേ. ആന്ധ്രയിൽ നിന്ന് അരി വരണ്ടേ, തമിഴ്നാട്ടിൽ നിന്ന് പലവ്യഞ്ജനങ്ങൾ വരണ്ടേ. വിഷു ഇങ്ങ് അടുത്തെത്താറായി. എല്ലാവർക്കും കൊടുത്തു തീർക്കണ്ടേ. ആ ശരി ശരി, കഴിഞ്ഞ 23 വർഷത്തിനിടയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. നമസ്തേ, അമ്പല കമ്മിറ്റിക്കാരാണ്. 16, 17, 18, 19 തീയതികളിലാ പ്രതിഷ്ഠാ മഹോത്സവം. ഇത്തവണ പൊടി പൊടിക്കണം. ചാണ്ടിച്ചേട്ടന്റെ കൈനീട്ടം കൊണ്ടുപോയാൽ അച്ചട്ട. എല്ലാം കഴിഞ്ഞ് നല്ലൊരു സംഖ്യയും ബാക്കിയുണ്ടാവും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചാണ്ടിച്ചേട്ടന്റെ കൈനീട്ടമായിരുന്നു. അന്നെല്ലാം അടിച്ചു പൊളിച്ചു. ഇപ്രാവശ്യം കുന്നംകുളത്ത് നിന്നാ കൊമ്പനെ ഇറക്കുന്നത്. 101 മുത്തുക്കൂട, താലപ്പൊലി, തായമ്പക, പിന്നെ പുരാണ നൃത്ത സംഗീത നാടകം. സുമാർ ഒരു 10 ലക്ഷം രൂപയ്ക്ക് മേൽ ചെലവ് വരും. രാവിലെ തന്നെ വന്നാൽ ചാണ്ടിച്ചേട്ടന്റെ കയ്യിൽ നിന്ന് കൈനീട്ടവും വാങ്ങി പോകാമെന്ന് കരുതി. ഇത്തവണ ചാണ്ടിച്ചേട്ടനെ ഞങ്ങളൊന്ന് ആദരിക്കുന്നുമുണ്ട്. ഇത്രയും കാലം ഞങ്ങളെ സഹായിച്ച ചാണ്ടിച്ചേട്ടന് ഒരു പൊന്നാട, ഒരു മെമന്റോ. അല്ല, എത്ര എഴുതേണ്ടത്? അപ്പൊ അതങ്ങോട്ട് എഴുതി കൊടുക്കുന്ന ആയരേ. ഒരു 2000 അങ്ങോട്ട് എഴുതി കൊടുക്ക്. പൈസ ഞങ്ങൾ പിന്നെ വന്ന് വാങ്ങിച്ചോളാം കേട്ടോ. ഇതാ റെസീപ്റ്റ്. അരമണിക്കൂർ മുമ്പാ ആ ഫുട്ബോൾ ടൂർണമെന്റുകാര് വന്നു പോയത്. 1000 രൂപയുടെ റെസീറ്റും തന്നുപോയി. 1ാം സമ്മാനം ആക്റ്റീവ സ്കൂട്ടറാണത്രേ. ഇനി പള്ളിപ്പെരുന്നാളിന്റെ പിരിവുകാരും ആണ്ട് നേർച്ചയുടെ പിരിവുകാരും കൂടി വന്നാൽ കടയടച്ച് വീട്ടിൽ പോവേണ്ടി വരും. ഇവരുടെയൊക്കെ ധാരണ ഇവിടെ പണം കുഴിച്ചിട്ടിരിക്കുകയാണെന്നാ. പിരിവ് കൊടുക്കാൻ നമ്മൾ കച്ചവടക്കാർ, സാധനങ്ങൾ വാങ്ങാൻ ഓൺലൈൻ നോക്ക്. ഇന്നത്തെ കച്ചവടത്തിൽ കിട്ടിയതാ ഇത്. 50 കൂവ. ഇനി ആരെയാണാവോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുക?
ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച പോലെ ആയല്ലോ ഇന്നത്തെ ദിവസം. ഓ, കടയും പൂട്ടി വീട്ടിൽ പോയാൽ ലേശം കഞ്ഞിയും കുടിച്ച് ഒന്ന് നടുവും നീർത്തിട്ട് വരായിരുന്നു. എന്റെ കളവിലെ വെണ്ണിളാവുണീനുള്ള പാട്ടുകാറാ, തട്ടമിട്ടുണ കാട്ടുവെട്ടൊറ അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാറാ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാറാ. ദാ ഇത് 10 രൂപയല്ലേ ഉള്ളൂ സേട്ടാ? ഇതേ ഉള്ളൂ. ആ ശരി സേട്ടാ, ഞങ്ങൾ പോണു. അല്ല ചാണ്ടിച്ചേട്ടാ, മിനിഞ്ഞാന്ന് ലോഡ് കയറ്റിൻ്റെയും ഇന്നലെ അരി സാധനം ഇറക്കിയതിൻ്റെയും 5 രൂപ പോലും കിട്ടിയിട്ടില്ല. ദേ അലിവുക്കുട്ടി കൊടുക്കണം, അംസയ്ക്ക് കൊടുക്കണം, അബ്ദുവിന് കൊടുക്കണം. ഞങ്ങളും കുറച്ച് ടൈറ്റിലായതുകൊണ്ടാ വന്നത്. ഓ, എന്തൊരു ചൂടാ എൻ്റെ ഈശ്വര! 2 മഴ പെയ്തപ്പോഴേക്കും മനുഷ്യൻ ഇരിക്കുവാൻ വയ്യാതെയായി. വിഷുഫലത്തിൽ ഈ വർഷം അടിച്ചു പൊളി മഴയാന്നാ പറയണ കേട്ടെ. എന്താകുവോ ആവോ. ആ സുഖുവേ, ആ രസീത് ഇങ്ങോട്ട് എടുത്തു. ചാണ്ടിച്ചേട്ടാ, നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് 2 നേതാക്കന്മാരാ വരുന്നത്. കേരളത്തിന്റെ കാർഷിക വിളകളുടെ വിലയിടിവിനെ പറ്റി പഠിക്കാനാ. അടയ്ക്കാക്ക് വിലയുണ്ടോ? തേങ്ങാക്ക് വിലയുണ്ടോ? ചുക്കിന് വിലയുണ്ടോ? അണ്ടിക്ക് വിലയുണ്ടോ? ഇത് നമുക്കിതൊക്കെ ഒന്ന് കേട്ടണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ട പുകയാകുമല്ലേ. നേതാക്കന്മാരങ്ങ് ഡൽഹിന്നാ വരുന്നത്. ഇവിടെ നമുക്കൊന്ന് കുളിപ്പിക്കണ്ടേ? അങ്ങ് ചവലപ്പാറന്നിങ്ങോട്ടാ അലങ്കാരം. ആന, മയിൽ, ഒട്ടകം, നിശ്ചല ദൃശ്യങ്ങള്, പിന്നെ ആ ചങ്ക് പറിക്കുന്ന ഒരൊച്ച. ആ സാധനമുണ്ടല്ലോ, എന്താ അത്? ആ ബാൻഡ് സെറ്റ്. ആ നാസിക് ടോൾ. ആ അത് തന്നെ, തൃശ്ശൂർക്കാരാ. അടിച്ച് കലക്കുവാന്മാര്. നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? ദില്ലിന്നല്ലേ നേതാക്കന്മാര് വരുന്നേ. നേതാവേ, അവര് ദില്ലിന്നോ ഗാസേന്നോ ഒക്കെ വന്നോട്ടെ, നമ്മുടെ കോശസ്ഥിതി അനുസരിച്ച് പോരെ ആഘോഷം. ഹലോ, 10 പൈസയായപ്പം തലമറന്ന് എണ്ണ തേക്കണോ ചാണ്ടിച്ചേട്ടാ? ഞങ്ങളെയൊക്കെ ഔദാര്യമാ നിങ്ങളുടെയൊക്കെ ഈ കച്ചവടം. GST CST എല്ലാം കൂട്ടാൻ ഞങ്ങൾക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. കൂട്ടിയാ പിന്നെ നിങ്ങൾ പച്ചതപ്പുകല. മനുഷ്യന്റെ ഒരു അഹങ്കാരവേ. ഒന്നൊക്കെ ശരിയാക്കി. മനോജേ, നമുക്കിറങ്ങാം. പിടിക്കാൻ വഴിയുണ്ട്. വഴിയൊന്നും അടഞ്ഞിട്ടില്ലല്ലോ. അതെങ്ങനെയാ? 10 പൈസ നമുക്ക് കിട്ടേണ്ടത് ഈ വഴിയോര കച്ചവടക്കാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമല്ലേ? 4 കിലോ 100 രൂപ. ഇവന്റെയൊക്കെ പഞ്ചാര വർത്താനം കേട്ടാ തോന്നും ഇവനൊക്കെ എല്ലാം ചുമ്മാ കൊടുക്കുവാണ്. ഇപ്പൊ തന്നെ കണ്ടോ, 4 കിലോ 100 രൂപ. 1 കിലോ തക്കാളിക്ക് നമ്മുടെ അടുത്ത് 20 രൂപ. 4 കിലോയ്ക്ക് 100 രൂപ. അവന്റെയൊക്കെ തൊണ്ട കയറി പറയുന്നത് കേട്ടാലോ. 4 കിലോയ്ക്ക് 100 രൂപ. അവിടെ വരൂ 4 കിലോ 100 രൂപ. ആളുകൾ അങ്ങോട്ട് ഓടുന്നത് കണ്ടില്ലേ? ഇതാ സ്ഥിതി. ചേട്ടായി വരൂ. ഓ ദൈവമേ, സമയം 1:30 കഴിഞ്ഞോ? സാറാമ്മ ചോറുമായിട്ട് വരുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞ ഇതൊന്നും കഴിക്കാൻ തോന്നുന്നേയില്ല. ഇതെന്നതാ മനുഷ്യ നിങ്ങളിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? വിവരങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇതെന്റെ വളയമാലയാ. സ്വർണമൊക്കെ ആവശ്യത്തിനാ, അല്ലാതെ അലമാര വെച്ചിട്ട് എന്നാ കിട്ടാനാ? ഇത് കൊണ്ടുപോയി വിട്ടിട്ട് ഉള്ള കടം വീട്ടാൻ നോക്ക്. വേണ്ട സാറാമ്മേ, ഞാൻ ആ ബാങ്കിൽ നിന്നൊരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടിയ തൽക്കാലം നമ്മൾ രക്ഷപ്പെടും. സാരമില്ലെന്നേ, ഇതെന്റെ അപ്പൻ ഉണ്ടാക്കി തന്നതാ. ഇത് നിങ്ങൾക്കുള്ളത് തന്നെയല്ലേ? വേണ്ടടി പെണ്ണെ, നമുക്കെല്ലാം ദൈവം തരും. എന്നാ പിന്നെ ഒരു പണി ചെയ്യ്, ഈ പണി അങ്ങ് നിർത്ത്. ഭക്ഷണവും ഇല്ല വിശ്രമവും ഇല്ലാതെ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നാ കിട്ടാനാ? രാത്രിയാണ് ഈ മനുഷ്യന് ഉറക്കവും ഇല്ല. സാറാമേ, എന്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തെ സമ്പാദ്യം ഇത്.
ഇത് കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതമില്ലടി. പെൺമക്കളെ കെട്ടിച്ചു വിട്ടതും പേരെടുത്തതും അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തിയതുമെല്ലാം ഈ പലചരക്ക് കടയാടി. ഇതങ്ങനെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ ചോറാടി. ആത്മഹത്യ ചെയ്യണമെന്ന് പല തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ ആശ്വാസിന്റെ പൈസ പോലും നിനക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ഞാനത് എന്നേ ചെയ്തേനെ. പിന്നെ നമ്മുടെ മൂസയില്ലേ, പൊള്ളമൂസ, അത് ഞാൻ വീട്ടിൽ വന്നിരുന്നു. മുളകോ പൊള്ളയോ അടക്കേ ചുക്കോ കാപ്പിക്കുരുവോ എന്തെങ്കിലും ഉണ്ടേ നല്ല വില തരാന്ന്. ചേട്ടന് മാത്രം പോരല്ലോ പൈസ, ചേട്ടത്തിക്കും വേണ്ടേന്ന്. ചേട്ടൻ അറിയാതെ ലേശം കൈക്കാശിരിക്കട്ടെ എന്നും പറഞ്ഞു. ഓ, എന്നിട്ട് നീ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു ചേട്ടൻ അറിയാതെ ഒരു കൈക്കാശ് എനിക്ക് വേണ്ടെന്നും ചേട്ടൻ അറിയാത്തൊരു കച്ചവടം എനിക്കില്ലെന്നും പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല, അതാ വരുന്നു പൊള്ളമൂസ. ഓ, അത് മൂസയല്ല, AC ബാങ്കിന്റെ പിരിവുകാരൻ, ആ ബംഗാളിയാ, അയൂബ്. ഇന്നില്ല, നീ നാളെ വാ. സേട്ടാ, ഇപ്പൊ തന്നെ കുറേ പെൻഡിങ് ആയി സേട്ടാ. നമ്മുടെ AC ബാങ്കിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടതാ സേട്ടാ. സേട്ടന്റെ കുറെ പെൻഡിങ് ഉണ്ട്, അത് വലിയ പ്രശ്നമാവും സേട്ടാ. സേട്ടൻ കുറേശ്ശെങ്കിലും പൈസ അടക്ക് സേട്ടാ. ഹലോ ബായ്സ്, എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങും സേട്ടാ. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാ. പട്ടണത്തിലെ പൈസ ഇവിടെ ആകത്തുള്ളൂ. നാണീ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചതാ സേട്ടാ. നല്ല സാധനം, വിലക്കുറവുണ്ട്. ഛേ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞാൻ ഇവിടുന്നോ ഈ നാട്ടിൽ നിന്നോ ഒന്നും വാങ്ങാറില്ല. ഓൺലൈനായിട്ടാണെങ്കിൽ എന്താ സുഖം. ഇന്റർനെറ്റിലൊന്ന് അടിച്ചാൽ മതി, സൂപ്പർ സാധനങ്ങൾ വീട്ടിലെത്തും. എടുക്കണ്ട, ചുമക്കണ്ട, ഓട്ടോ പോലും വിളിക്കണ്ട. എന്താ സുഖം. നെറ്റില്ലേ, ഇന്റർനെറ്റ്, അത് മാത്രം മതി. ആ, പൊള്ളമൂസയോ? കണ്ടിട്ട് കുറെ ആയല്ലോ. വാ, ഇരിക്കേ. അൽഹംദുലില്ലാ. അല്ല ചാണ്ടിച്ചേട്ടാ, ഞമ്മളെ ഫ്രീക്കൻ്റെ അമ്മേൻ്റെ കാര്യം കട്ടപ്പുകയല്ലേ? എല്ലാം വളരെ പെട്ടെന്നാണ് അറിഞ്ഞത്. 10 ലക്ഷം ഉറുപ്യ കൊടുത്ത് അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്താലേ ഓല് മയ്യത്താകാതിരിക്കുള്ളൂ. യാ അല്ലാഹ്. അക്കാര്യം ശരിയായി മൂസ. നമ്മുടെ വ്യാപാരികളെല്ലാരും കൂടെ അതിന്റെ നെട്ടോട്ടമായിരുന്നു. ചായക്കടക്കാരൻ അലിവിക്കുട്ടി മുതൽ വലിയങ്ങാടിലെ പളനിച്ചാമി വരെ കൈയഴിച്ച് സഹായിച്ചിട്ടാ ഇത്രയും പണം കിട്ടിയത്. ഇന്നാ പണം ഞങ്ങൾ എല്ലാവരും കൂടെ അവരെ കൊണ്ടുപോയി ഏൽപ്പിക്കാൻ പോകുക. നിങ്ങളെല്ലാവരും കൂടി എന്നല്ല, നമ്മളെല്ലാവരും കൂടി എന്ന് പറയും ചാണ്ടിച്ചേട്ടാ. എന്നാ ഞാനും കൂടെ വരിക. ഇപ്പോഴാ ഓൾക്ക് നമ്മൾ വ്യാപാരികൾ ആരാണെന്ന് തിരിഞ്ഞിട്ടുണ്ടാവുക. നമ്മുടെ ശക്തി ഓൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക. പ്രിയമുള്ളവരെ, ചിന്തകളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ പലപ്പോഴും പൊരുത്തപ്പെടാറില്ല. ഈ തിരിച്ചറിവ് എനിക്ക് പകർന്നു തന്നത് ഇവിടുത്തെ എൻ്റെ നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കളാണ്. ഈ വ്യാപാരികളുടെ സംഘവൈഭവം, സംഘടനാ ശക്തി, അവയെന്നും ശ്ലാഘിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇവരുടെ ഒരുമയും പെരുമയും ഐക്യവും കെട്ടുറപ്പുമെല്ലാം നാം കണ്ടു പഠിക്കേണ്ടതാണ്. അതെല്ലാം ഈ നാടിന് തന്നെ ഒരു മാതൃകയാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഈ വ്യാപാരികൾ മൂലമാണ് ഈ നാട് തന്നെ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തെല്ലും അതിശോക്തിയില്ല. ഞാൻ തന്നെ, അല്ലെങ്കിൽ എന്നെപ്പോലെ പലരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് ഈ വ്യാപാരികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടില്ല എന്നും, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിന് കൊള്ളപ്പണമാണ് ഇവർ ഈടാക്കുന്നതെന്നുമൊക്കെയാണ്. എന്നാൽ സത്യത്തിൽ ഞാൻ അനുഭവസ്ഥനാണ്. നമ്മുടെ നാട്ടിൽ നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ വിലപ്പെട്ട പണം നമുക്കിവിടെ തന്നെ വിനിയോഗിക്കാനാവും. പുറമേയുള്ളവർ നമ്മളെ കൊള്ളയടിക്കുന്നതിന് മുമ്പ് ഈ സത്യം നാം തിരിച്ചറിയണം. ഓൺലൈൻ വ്യാപാരമാണ് സർവോത്കൃഷ്ടമെന്ന് തെറ്റിദ്ധരിച്ചൊരു പമ്പര വിഡ്ഢിയാണ് ഞാൻ. കിഡ്നി ഫെയിലറായി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന എൻ്റെ അമ്മയെ സഹായിച്ചത് ഇവിടുത്തെ എൻ്റെ ഈ വ്യാപാരികളാ. അവരുടെ സംഘടനാ ശക്തി അത്ഭുതാവഹമാണ്.
വെറും 3 ദിവസം കൊണ്ടാ നമ്മുടെ ഈ വ്യാപാരികൾ 10 ലക്ഷം രൂപ പിരിച്ചെടുത്തത്. അതിൽ ചായക്കടക്കാരൻ അബ്ദുള്ള മുതൽ വലിയങ്ങാടിലെ പളനിച്ചാമി വരെ ഈ സഹായത്തിൽ പങ്കാളികളായവരാ. പ്രിയപ്പെട്ടവരെ, സഹജീവികളുടെ നൊമ്പരം അത് നമ്മുടെ നൊമ്പരമായി കാണുമ്പോഴാണ് നമ്മൾ നമ്മളാകുന്നത്, നമ്മൾ മനുഷ്യരാകുന്നത്. അതുകൊണ്ട് നമുക്കൊരുമിക്കാം ഈ വ്യാപാരി സമൂഹത്തോടൊപ്പം. മനുഷ്യരാകണം, മനുഷ്യരാകണം, സഹോദരന്റെ നൊമ്പരം മനസ്സിലാക്കണം. മനുഷ്യരാകണം, മനുഷ്യരാകണം, സഹോദരന്റെ നൊമ്പരം മനസ്സിലാക്കണം. തിരിച്ചറിയണം, തിരിച്ചറിയണം, നമ്മളെ നമ്മളായി തിരിച്ചറിയണം. തിരിച്ചറിയണം, തിരിച്ചറിയണം, നമ്മളെ നമ്മളായി തിരിച്ചറിയണം. നമ്മളെ നമ്മളായി തിരിച്ചറിയണം. നമ്മളെ നമ്മളായി തിരിച്ചറിയണം. വ്യാപാരികളുടെ ഒരുമയുടെ പ്രതീകമാണ് ഈ നാടകം. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടെ ഓരോ വ്യാപാരിക്കും താങ്ങായി തണലായി നിൽക്കേണ്ട സമയമാണിത്. ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ ആസ്വാദകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഈ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു.